ഒരു 10-38 വർഷങ്ങൾക്ക് മുൻപ് തുടർച്ചയായി അഭിനയിച്ച എല്ലാ പടങ്ങളും പരാജയപ്പെട്ട കാരണത്താൽ ആ മലയാള സിനിമയുടെ നായകൻ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ സംവിധായകൻ ജോഷിയും തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫും തങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ സുഹൃത്തിന് ഒരു ഗംഭീര തിരിച്ചുവരവിന് വേണ്ടി മാത്രം അതിശക്തമായ ഒരു കഥ തയ്യാറാക്കുന്നു. ഡെന്നിസ് ജോസഫ് മുൻപ് വായിച്ചിരുന്ന ഇർവിംഗ് വാലിസിന്റെ ദ ആൽമൈറ്റി എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ ഒരു പത്രപ്രവർത്തകന്റെ പ്രതികാര കഥ നിർമ്മിക്കാനായി അവർ തീരുമാനമെടുക്കുന്നു. എന്നാൽ ഭയം അവരെ ഒരു കരിനിഴൽ പോലെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. കാരണം ഈ ചിത്രം പരാജയപ്പെട്ടാൽ തങ്ങളുടെ കരിയർ മാത്രമല്ല ആ നടന്റെ സിനിമാ ജീവിതം കൂടെ എന്നേക്കുമായി ഇരുമൂടാൻ സാധ്യതയേറെയായിരുന്നു. തിരക്കഥ അത്രമേൽ പെർഫെക്റ്റ് ആവാൻ ഡെന്നിസ് ജോസഫ് ഉറക്കമുളച്ചുകൊണ്ട് പലതവണ വരികളെ തിരുത്തി എഴുതിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ വെറും 22 ദിവസം കൊണ്ട് ഡൽഹിയിലും കേരളത്തിലുമായി രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നു. നിരന്തരമായ എഡിറ്റിംഗ് കൊണ്ട് അവരുടെ കണ്ണുകൾ തളർന്നിരുന്നതിനാൽ റിവ്യൂ കണ്ട അണിയറ പ്രവർത്തകർക്ക് സിനിമയുടെ യഥാർത്ഥ ഇമ്പാക്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ പുറത്തു നിന്നുള്ള ഒരാളെ കൊണ്ട് സിനിമയെ വിലയിരുത്താൻ അവർ നിർബന്ധിതരാകുന്നു. അങ്ങനെ അവരുടെ എല്ലാം പ്രിയ സുഹൃത്തായ സംവിധായകൻ പ്രിയദർശനെ കൊണ്ട് ആ സിനിമ കാണിക്കുന്നു. പടം കണ്ട് തീർത്തും ആവേശഭരിതനായ ഡയറക്ടർ പ്രിയദർശൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നു. ഒട്ടും വൈകിക്കാതെ ഫോൺ എടുത്ത് അന്നത്തെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ ലാലേട്ടനെ വിളിക്കുന്നു. ആ ഫോൺ കോളിലൂടെ ഡയറക്ടർ പ്രിയദർശൻ പറഞ്ഞ ഒരൊറ്റ വരി ഇങ്ങനെയായിരുന്നു: നമ്മുടെ സ്വന്തം മമ്മൂട്ടി തിരിച്ചു വന്നിരിക്കുന്നു. സീസണിനുള്ളത് സീസണ് തന്നെ, അത് വരും. നിങ്ങൾ 3 പേരും ജയിലിൽ ചാടാൻ പോകുന്നു, കൂടെ വിഷ്ണു. ഞാനെല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ തെണ്ടി കഴിവറട മോനെ.